ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തേർഡ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഫോളോവർ ആണ്. ഓക്കെ, സോ അതിന്റെ സ്ലൈഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് അല്ല തന്നെ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് സ്ലൈഡ് വെച്ച് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സോ വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, വോൾട്ടേജ് ഫോളോവറിന്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സർക്യൂട്ട് ആണ്. ഓക്കെ, നമ്മൾ ഓപ്പ് ആമ്പ് വരയ്ക്കുക, ഇൻവേർട്ടിംഗ് ടെർമിനൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഔട്ട്പുട്ട് ഉണ്ടാവും റെപ്രസെന്റഡ് ബൈ വി നോട്ട്. ഇനി ഇൻപുട്ട് ഞാനിവിടെ നോൺ ഇൻവേർട്ടിംഗിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് ഈ വി നോട്ടിൽ നിന്ന് ഞാനൊരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. സോ ഇതാണ് വോൾട്ടേജ് ഫോളോവറിന്റെ ഒരു സിമ്പിൾ സർക്യൂട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് നോഡ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ നോഡിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദിസ് നോഡ് ഈസ് ടേക്കൺ ആസ് എ. ആൻഡ് നൗ ഓക്കെ, ഇതിലേക്കൂടെയുള്ള കറണ്ട് ഇൻപുട്ട് നമുക്കറിയാം ബൈ ഡിഫോൾട്ട് ഇൻപുട്ട് കറണ്ട് ഈസ് ടേക്കൺ ആസ് 0. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഒക്കെ പഠിച്ചു. സോ ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ദർ ഇസ് എ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട്. ഒരു വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് ഈ രണ്ട് ടെർമിനലിൽ തമ്മിൽ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ദിസ് ഈസ് ദാറ്റ് ഇത് കാണിക്കുന്നത് വെർച്വൽ ആണ്. അത് അനാലിസിസിന് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പൊ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ആ പോസിറ്റീവിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് എടുത്ത് എവിടേക്ക് ആ ഫീഡ്ബാക്ക് ആയിട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഓപ്പ് ആമ്പ് ഈ ഒരു സർക്യൂട്ട് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി കണക്റ്റഡ് ടു ഔട്ട്പുട്ട് നോഡ് ആണ് അല്ലെ. ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എവിടെയാണ്? ഔട്ട്പുട്ട് നോഡാണ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ ഔട്ട്പുട്ട് വോൾട്ടേജും എവിടെ അപ്പിയർ ചെയ്യും? ദിസ് എൻറ്റയർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ശരിയല്ലേ? നമുക്ക് അതിനകത്ത് തന്നെ കാണാം. ഹിയർ ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് ടെർമിനൽ ഓക്കെ ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് നോഡ് വി നോട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സോ ദ എൻറ്റയർ വോൾട്ടേജ്, ആ വി നോട്ട് എന്ന് പറയുന്ന എൻറ്റയർ വോൾട്ടേജ് അപ്പിയർ അക്രോസ് ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇതിനെ നമ്മൾ പറയും ഈ മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് മൊത്തം നെഗറ്റീവ് ടെർമിനലിൽ അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ അപ്പിയർ ആണെന്ന് പറഞ്ഞത്. ദിസ് ഈസ് ഇതിനെയാണ് നമ്മൾ അപ്പൊ ഇതിനെ നമുക്ക് പറയാൻ പറ്റും 100% ഫീഡ്ബാക്ക് ഇവിടെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എൻറ്റയർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് അപ്പിയറിംഗ് അറ്റ് inverting terminal so that we can say 100% feedback is occurring here. Or നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, or we can say the feedback factor എന്ന് പറയും. feedback factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 1 ആയിരിക്കും ഇവിടെ. ഓക്കെ, ഫീഡ്ബാക്ക് ഫാക്ടർ ഡെഫിനിഷനും കാര്യമൊന്നും പഠിക്കേണ്ട, അത് നിങ്ങൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ പഠിക്കും. അപ്പൊ ഇവിടെ ഫീഡ്ബാക്ക് 100% ആ ഔട്ട്പുട്ടും ആ നെഗറ്റീവ് ഇൻവേർട്ടിംഗ് ടെർമിനൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ രണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഒന്ന് നമ്മുടെ വി നോട്ടും ആ നെഗറ്റീവ് ടെർമിനൽ ഇൻവേർട്ടിംഗ് ടെർമിനലും കൂടി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അതിനെ ഫിസിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. ഇവിടെ രണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ഫിസിക്കൽ ഷോർട്ട് സർക്യൂട്ട്. ഫിസിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ വി നോട്ടിലെ ഔട്ട്പുട്ട് നോഡും ആ ഇൻവേർട്ടിംഗ് ടെർമിനലിനും കൂടി നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുക അല്ലെ, കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇത് കാരണം എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് അറ്റ് ദ നോഡ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എഴുതാം. ഇനി വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് പ്രകാരം ഓക്കെ, ഡ്യൂ ടു വെർച്വൽ ഷോർട്ട് സർക്യൂട്ട്, അത് ഞാൻ ആ ഗ്രീൻ ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ടു അത് വെർച്വൽ ആണ്, ഫിസിക്കലി ഇല്ല, പക്ഷെ നമ്മൾ ആ കൺസെപ്റ്റ് പഠിച്ചതാണ്. വി ക്യാൻ അപ്ലൈ വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് കൺസെപ്റ്റ് ഹിയർ. ഓക്കെ, അത് പ്രകാരം എന്താണ്? വോൾട്ടേജ് അപ്പിയറിംഗ് അറ്റ് ആ എ നോഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു
വോൾട്ടേജ് അപ്പിയറിംഗ് അറ്റ് ദ പോസിറ്റീവ് നോഡ്, അതായത് VI ആണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് അപ്പിയറിംഗ് അറ്റ് ഇൻവേർട്ടിംഗ് ടെർമിനൽ is the same as the voltage appearing at the non-inverting terminal, or by virtual short circuit we can say A എന്ന് പറയുന്നത് voltage at this node A equal to VA എന്ന് പറയാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? VA is equal to V naught, at the same time VA is equal to VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? We can write V naught is equal to VI എന്ന് നമുക്ക് പറയാം അല്ലെ? V naught equal to VI എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? V naught is equal to VI, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ് കിട്ടുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോളോസ് ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗെയിൻ നോക്കാം. ഓക്കെ, ഇവിടെ ഫീഡ്ബാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഗെയിൻ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആയിരിക്കും. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗെയിന്റെ ഇക്വേഷൻ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ 1 ആണ് ഇതിന്റെ വാല്യൂ, ബിക്കോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് 1 ആണ്. ഓക്കെ, സോ വോൾട്ടേജ് ഫോളോവർ ആണെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി നമുക്ക് കിട്ടി. ഇപ്പൊ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓഫ് വോൾട്ടേജ് ഫോളോവർ 1 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ വോൾട്ടേജ് ഫോളോവർ ഈസ് ഓൾസോ നോൺ ആസ്, പറയാമോ ആർക്കെങ്കിലും? എന്താ മറ്റൊരു നെയിം പറയാമോ? ഈസ് ഓൾസോ നോൺ ആസ്, പറഞ്ഞോളൂ, അറിയാവോ ആർക്കെങ്കിലും? എന്താണ്? യൂണിറ്റി ഗെയിൻ. ഗെയിൻ എത്ര കിട്ടിയത്? 1 അല്ലേ? സോ യൂണിറ്റി ഗെയിൻ. പിന്നെ നമ്മളിത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ? നമ്മൾ എവിടെയാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്? നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് വോൾട്ടേജ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് നത്തിങ് ബട്ട് യൂണിറ്റി ഗെയിൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറയാൻ എന്താ കാര്യം? നോൺ ഇൻവെർട്ടിംഗ് എന്ന് പറയാൻ കാര്യം ബിക്കോസ് ഇവിടെ നോക്കിക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ് കിട്ടുന്നത്. ദർ ഇസ് നോ ഫേസ് ഷിഫ്റ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു മൈനസ് ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും അല്ല കിട്ടുന്നത്. സെയിം സൈൻ ആണ് ഉള്ളത് രണ്ടിനും. അതിന്റെ അർത്ഥം ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. സിൻസ് ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് വി കോൾ ഇറ്റ് ആസ് നോൺ ഇൻവെർട്ടിംഗ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ആ വോൾട്ടേജ് ഫോളോവറിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ ഈ വോൾട്ടേജ് ഫോളോവറിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്, ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻപുട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് സീൻ അറ്റ് ദ ഇൻപുട്ട്. RIF എന്ന് ഫീഡ്ബാക്ക് ഉള്ളതാണ് RIF എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? VI അല്ലേ, ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ് എന്താ? ഇവിടെ I എന്ന് പറഞ്ഞാണ് ഞാൻ ഇൻപുട്ട് കറന്റിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. I ആണ് ഇൻപുട്ട് കറന്റ്. ഓക്കെ, അപ്പം ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ്. അപ്പം അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? RIF. It is equal to input voltage by input current. That is input voltage by input current. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഐഡിയൽ ആംപ്ലിഫയർ ആണ്. ആൻഡ് ഓൾസോ അത് എന്താണ്? ഇറ്റ് ഡ്രോസ് നോ ഇൻപുട്ട് കറന്റ് അല്ലേ? കറന്റ് ഫ്ലോയിങ് ഇൻ ടു ദ ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇറ്റ് ഈക്വൽ ടു 0 എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? വി ക്യാൻ റൈറ്റ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് വോൾട്ടേജ് ഫോളോവർ ഈസ് 1/0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫോർ എ വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, അപ്പൊ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടി. ഇനി അടുത്ത നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ബാൻഡ് വിഡ്ത്ത്? ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുലയാണ്. യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഫോർമുലയാണ്. യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്ക് ഇൻറ്റു
ക്ലോസ് ലൂപ്പ് ഗെയിൻ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വോൾട്ടേജ് ഫോളോവറിന് ഈ ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്താണ്? 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ബാൻഡ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റി ഗെയിൻ ബാൻഡ് വിത്ത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ബാൻഡ് വിത്ത് ഓഫ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. ഈ ബാൻഡ് വിത്തിന് മറ്റൊരു പേരുണ്ട്. ദിസ് ബാൻഡ് വിത്ത് ഓക്കെ ഈസ് ഓൾസോ നോൺ ആസ് എന്താണെന്നറിയാവോ? സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് എന്നും വിളിക്കും. സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് എന്നും വിളിക്കും. ഓക്കെ ഓക്കെ, സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ബാൻഡ് വിത്ത് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് വെരി സ്മോൾ. അതായത് ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മില്ലി വോൾട്ട് റേഞ്ചിലൊക്കെ ആകുമ്പോൾ, വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഇൻ ദ മില്ലി വോൾട്ട് റേഞ്ച്, അന്നേരം കിട്ടുന്ന ആ ബാൻഡ് വിത്ത് ആണ് എന്ത്? സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഒരു വോൾട്ട് റേഞ്ചിലൊക്കെ ആണെങ്കിൽ അന്നേരം കിട്ടുന്ന ബാൻഡ് വിത്തിനെ നമ്മൾ ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് എന്ന് പറയും. അപ്പം ഈ വോൾട്ടേജ് ഫോളോവറിന് നമുക്ക് ഈ സ്മോൾ സിഗ്നൽ ബാൻഡ് വിത്ത് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ലാർജ് സിഗ്നൽ ബാൻഡ് വിത്തും കൂടി എന്താണെന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഈ ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി സെക്കൻഡ് ക്ലാസ്സിലോ തേർഡ് ക്ലാസ്സിലോ അങ്ങാണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം, അതിൽ നിന്നാണ് നമ്മൾ ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് ആണ് അടുത്തത്. ഓക്കെ, അത് ഇതിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാവോ? ലാർജ് സിഗ്നൽ ബാൻഡ് വിത്ത് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം സ്ലീവ് റേറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ സ്ലീവ് റേറ്റിന്റെ ഒരു ഇക്വേഷൻ അവിടെ പഠിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ക്ലോസ് ലൂപ്പ് ഗെയിൻ ഇൻറ്റു VM, ഇൻപുട്ടിന്റെ മാക്സിമം പീക്ക് വോൾട്ടേജ് ഇൻറ്റു ഫ്രീക്വൻസി, ഓക്കെ, ഡിവൈഡഡ് ബൈ 10 to the power 6 എന്ന് പറയുന്നത് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലീവ് റേറ്റ് എന്ന് കിട്ടി. SR എന്ന് പറഞ്ഞാൽ സ്ലീവ് റേറ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. പക്ഷേ വോൾട്ടേജ് ഫോളോവറിന് ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്താണ്? 1 അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് നോട്ട്, ഒമേഗ നോട്ടിന് 2π f0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഒമേഗ നോട്ടിന് 2π f0 എന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get f0 as slew rate into 10 to the power 6 divided by 2π into VM. ഓക്കെ, ഇതാണ് എന്ത്? ലാർജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ലാർജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ലാർജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് വോൾട്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, വോൾട്ട് റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ അന്നേരം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് ആണ് ശരിക്കും ലാർജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത്. ഡിഫോൾട്ട് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ആണ് കേട്ടോ. അൺലെസ് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്താൽ മതി. അല്ലാതെ ബൈ ഡിഫോൾട്ട് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by default bandwidth എന്ന് പറഞ്ഞാൽ is the small signal bandwidth ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ by default take the bandwidth as small signal bandwidth. ഓക്കെ, ശരിക്കും ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് നമുക്ക് മറ്റ് ആംപ്ലിഫയറിന്റെ നമ്മുടെ ഓപ്പാമ്പിന്റെ സർക്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, മറ്റ് ഓപ്പാമ്പ് സർക്യൂട്ടുകളുടെ ഒക്കെ ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇതേ ഇക്വേഷനിൽ. എങ്ങനെയാണെന്നറിയോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെയും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെയും ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. എന്താ എഴുതേണ്ടത്? ഇപ്പൊ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന്റെ വാല്യൂ എന്ത് വരും? ഓക്കെ, ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് ഇപ്പൊ നമുക്ക് ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് ഫോർ
വോൾട്ടേജ് ഫോളോവർ അല്ല, ഞാൻ നമ്മൾ നേരത്തെ പഠിച്ച നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ചോദിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് യൂസ് ഇക്വേഷൻ നമ്പർ 1. പക്ഷേ അവിടെ ACL എന്തായിരിക്കും? ക്ലോസ് ലൂപ്പ് ഗെയിൻ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എഴുതണം. 1 + R2/R1 ആണ്. ഓക്കെ. ഇനി ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലോ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലും എഗെയിൻ യൂസ് ഇക്വേഷൻ 1. ഓക്കെ. പക്ഷെ അവിടെ എന്താണ്? ഗെയിൻ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? R2/R1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പൊ ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട് നോർമലി ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടേക്ക് ദ മോഡ് വാല്യൂ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ഇക്വേഷൻ നമ്പർ 1ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ F0 = സ്ലീവ് റേറ്റ് ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 2πVm ഇൻറ്റു ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. ഓക്കെ. ഇതിനകത്തേക്ക് ഇവിടെ മോഡ് വാല്യൂ വേണേ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ബിക്കോസ് നോൺ ഇൻവേർട്ടിങ്ങിന് കുഴപ്പമില്ല, ഇൻവേർട്ടിങ്ങിന് മോഡ് നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പൊ ഇതിനകത്തേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോൺ ഇൻവേർട്ടിങ്ങിന്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഓപ്പാംസ് ഓർക്കേണ്ടത്, ഇത് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്പാം സർക്യൂട്ടില് ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്ലീവ് റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. സ്മോൾ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അത് നിങ്ങൾ ഓർത്തോണം. ലാർജ് സിഗ്നൽ, ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. Large signal bandwidth depends on slew rate. പക്ഷേ സ്മോൾ സിഗ്നൽ ബാൻഡ്വിഡ്ത്തോ? സ്മോൾ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് ഡിപ്പെൻസ് ഓൺ ദ യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്തിലാണ് കേട്ടോ. അപ്പൊ സ്ലീവ് റേറ്റ് കൂടുന്നതനുസരിച്ച് ലാർജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് കൂടും. യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് സ്മോൾ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത് കൂടും കേട്ടോ. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഓർത്ത് പഠിക്കണം. അപ്പൊ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഫുൾ അനാലിസിസും ആവശ്യമുള്ള ഇക്വേഷൻസ് എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ വോൾട്ടേജ് ഫോളോവറിനകത്ത്.